അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിൽ ശ്രേഷ്ഠമായ ഒരു പുണ്യകർമ്മമാണ് ഉദ്ഹിയത്ത് അഥവാ ബലികർമ്മം എന്നത്. ദുൽഹിജ്ജ 10 പറയുന്ന പേര് തന്നെ യൗമുൻ നഹർ അഥവാ വലിദിനം എന്നാണ്. നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലും തിരു ഹദീത്തിലും ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ഒരു സൂറത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇന്നാ അഅ്തൈനാകൽ കൗസർ. നബിയെ, താങ്കൾക്ക് നാം ധാരാളം നേട്ടങ്ങൾ നൽകിയിട്ടുണ്ട്. ആയതിനാൽ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കാരം നിർവഹിക്കുകയും അതുപോലെ തന്നെ ബലികർമ്മം നടത്തുകയും ചെയ്യുക. ഉദ്ഹിയത്തുമായി ബന്ധപ്പെട്ട ചരിത്രം നാം മനസ്സിലാക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയുടെയും ത്യാഗോജ്വലമായ ചരിത്രം അയവിറക്കാതെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമുക്ക് മുന്നോട്ട് പോവാൻ സാധ്യമല്ല. ഈ മഹാത്യാഗത്തിൻ്റെ സ്മരണ നിലനിർത്തുവാനും സത്യവിശ്വാസികളിൽ ത്യാഗശീലം വളർത്തുവാനും വേണ്ടിയാണ് ഹാജിമാർ മിനയിൽ വെച്ചും അല്ലാത്തവർ നാട്ടിൽ വെച്ചും ബലികർമ്മം നടത്തുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഉദ്ഹിയത്തിൻ്റെ ഹിക്കുമത്തുകൾ അത് നാം മനസ്സിലാക്കുമ്പോൾ ഒന്നാമതായി തൗഹീദിനെ ഊട്ടിയുറപ്പിക്കൽ തന്നെയാണ്. അതായത് അള്ളാഹുവിൻ്റെ പേരിൽ അറുക്കപ്പെടുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. നബിയെ, പറയുക, എൻ്റെ നമസ്കാരവും എൻ്റെ ബലികർമ്മവും എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാണ്. അവന് യാതൊരു പങ്കുകാരനുമില്ല. മുസ്ലിമീങ്ങളിൽ ഒന്നാമനായിരിക്കുവാനും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആജ്ഞാപിക്കുകയാണ്. അതേപോലെ തന്നെ ഉദ്ഹിയത്തുമായിട്ട് ഉള്ള അതിൻ്റെ ഹിക്കുമത്തുകൾ അള്ളാഹുവിലേക്കുള്ള സാമീപ്യവും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം സമ്പാദിക്കലും അള്ളാഹു നൽകിയ അനുഗ്രഹം അത് പ്രചരിപ്പിക്കലും അള്ളാഹുവിനുള്ള അനുസരണവും അള്ളാഹുവോടുള്ള ഭക്തിയും ത്യാഗമനസ്ഥിതി പ്രകടമാക്കലും ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി മനസ്സിനെ ബന്ധിപ്പിക്കലും പിശുക്കിൽ നിന്നുള്ള മോചനവും സാധുക്കളെ ഭക്ഷിപ്പിക്കലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ ഒരു മില്ലത്തിനെ, ആ ഒരു ചര്യയെ ജീവിപ്പിക്കലും ഒക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളിൽ നിന്നുള്ള ആ മൃഗത്തിൻ്റെ മാംസമോ അതിൻ്റെ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, മറിച്ച് നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വബശ്ശിരിൽ മുഹ്സിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ അവൻ്റെ മഹത്വം പ്രകീർത്തിക്കേണ്ടതിനായി അപ്രകാരം അവൻ അവയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. വബശ്ശിരി സ്വാബിരീൻ, നബിയെ, സദ്വൃത്തർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ബലികർമ്മം ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്, പ്രാധാന്യമർഹിക്കുന്ന കാര്യവുമാണ്. അതുകൊണ്ട് കഴിവുള്ള ആളുകൾ അത് നിർവഹിച്ചു കൊള്ളുകയും ചെയ്യട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കഴിവുണ്ടായിട്ടും ബലികർമ്മം നടത്താത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് പറഞ്ഞു, ഫലാ യഖ്റബന്ന മുസല്ലാന, അവൻ നമ്മുടെ മുസല്ലായിലേക്ക് അടുക്കാതിരിക്കട്ടെ, വരാതിരിക്കട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നു. ഇനിയോ സുഹൃത്തുക്കളെ, ബലിമൃഗത്തെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ
അതിൻ്റെ ഗുണത്തിലും മേന്മയിലും ഭംഗിയിലും എത്രത്തോളം നല്ലതാകുന്നുവോ അത്രത്തോളം അത് ശ്രേഷ്ഠകരമാണ്. ന്യൂനതകളില്ലാത്തതായിരിക്കാൻ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്, മാദാ യുത്തഖാ മിന അദ്ദുഹായ, ബലിമൃഗത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവ ഏതൊക്കെയാണ്? ഫഖാല, അവിടുന്ന് പറഞ്ഞു, അർബഉൻ, അത് 4 എണ്ണമാണ്. അൽ അർജാ ഉൽ ബയ്യിനു ദൽഉഹ, വ്യക്തമായ മുടന്തുള്ളവയെ മാറ്റി നിർത്തപ്പെടണം. വൽ ഔറാ ഉൽ ബയ്യിനു ഔറുഹ, അതേപോലെ തന്നെ കണ്ണിന് അസുഖം ബാധിച്ച, വ്യക്തമായ കണ്ണിന് അസുഖം ബാധിച്ചിട്ടുള്ള ഒരു മൃഗത്തെ, അതല്ലെങ്കിൽ കണ്ണു കാണാത്ത ഒരു മൃഗത്തെ അതിനെ മാറ്റി നിർത്തണം. വൽ മരീളത്തുൽ ബയ്യിനു മർദുഹ, വ്യക്തമായ രോഗം വെളിപ്പെടുന്നവ, വ്യക്തമായ രോഗമുള്ളവ അതിനെ മാറ്റി നിർത്തണം. വൽ അജ്ഫാ ഉല്ലത്തി ലാ തുൽഖി, മജ്ജയും മാംസയും നഷ്ടപ്പെട്ട് മെലിഞ്ഞു പോയവ, അവയെയും ഉദ്ഹിയ്യത്തിന് കൊള്ളുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നു. അതുപോലെ സുഹൃത്തുക്കളെ, ഒരു മൃഗത്തെ അറുക്കാൻ ശേഷിയില്ലാത്തവർക്ക് ഒട്ടകം, മാട് എന്നീ മൃഗങ്ങളിൽ ഷെയറായിട്ട് അവർക്ക് അറുക്കാവുന്നതാണ്. ഒരു മൃഗത്തിൽ 7 പേർക്ക് വരെ ഷെയർ ആകാവുന്നതാണ്. ഷെയർ ചെയ്യുമ്പോൾ 7 പേർ ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയില്ല, 7 പേരിൽ കൂടരുത് എന്ന് മാത്രമാണുള്ളത്. ബലിയറുക്കാൻ ഉദ്ദേശിക്കുന്നവർ, അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്നു. മൻ കാന ലഹു ദിബ്ഹുൻ യദ്ബഹുഹു ഫഇദാ ഉഹില്ല ഹിലാല ദിൽഹിജ്ജ, ദിൽഹിജ്ജ പിറന്നു കഴിഞ്ഞാൽ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫലാ യഖുദന്ന മിൻ ശഅരിഹി വലാ മിൻ അദ്ഫാരിഹി ഷൈഅൻ ഹത്താ യുദ്ഹി, ഉദ്ഹിയ്യത്ത് അറുക്കുന്നത് വരെ അവൻ്റെ നഖമോ മുടിയോ ഒന്നും അവൻ കളയാൻ പാടില്ല എന്ന് അവിടുന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ ബലിയറുക്കുന്നവൻ ഇപ്രകാരം പറയുകയും ചെയ്യട്ടെ, ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറയുകയും ചെയ്യട്ടെ. അത് കൃത്യമായി ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെടുന്നതും അത് നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്. വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യമാണ് ശവത്തെയും അതേപോലെ രക്തവും പന്നിമാംസവും, അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതോ അല്ലാത്തവയോ ആവട്ടെ, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.